ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ പാകിസ്ഥാനുമായി ഒപ്പിട്ട നദീജല കരാർ നമ്മൾ റദ്ദാക്കി ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന്. പഹൽഗാം ആക്രമണവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എല്ലാവർക്കും അറിവുള്ളതാണ്. ഘട്ടം ഘട്ടമായി പാകിസ്ഥാന് നൽകി വരുന്ന ജലം, അതായത് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ ഒഴുകി സമുദ്രത്തിൽ പ്രവേശിക്കുന്ന നദികളിലെ ജലം ഘട്ടം ഘട്ടമായി ഇന്ത്യ തടഞ്ഞ് ഇന്ത്യയിലേക്ക് പരിപൂർണമായിട്ടും ഒഴുക്കിക്കൊണ്ടു പോകും. അതോടെ പാകിസ്ഥാൻ മരുഭൂമിയാകും എന്നാണ് നമ്മൾ ലോകത്തിന് നൽകിയ മുന്നറിയിപ്പ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ കൂനിന്മേൽ കുരു എന്ന പോലെ അഫ്ഗാനും പാകിസ്ഥാനെതിരെ ജലം ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഇവിടെ കുനാൽ നദിയിലെ ജലം പാകിസ്ഥാൻ ഇനി കൊടുക്കില്ല എന്നാണ് അഫ്ഗാൻ പറയുന്നത്. അഫ്ഗാന്റെ താലിബാൻ ഭരണകൂടം അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം തന്നെ നടത്തിക്കഴിഞ്ഞു. എന്താണ് ഈ അഫ്ഗാൻ ഇത്ര പെട്ടെന്ന് പാകിസ്ഥാനെതിരെ ഇങ്ങനൊരു നിലപാടെടുക്കാൻ കാരണം? അഫ്ഗാനിസ്ഥാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഏകദേശം 26ഓളം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യക്ക് തൊട്ടു മുമ്പ് അദ്ദേഹം സന്ദർശിച്ചത് റഷ്യയായിരുന്നു. അഫ്ഗാൻ വിഷയത്തിലുള്ള അഫ്ഗാൻ ഫോർമാറ്റ് ചർച്ചയിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം എത്തിയത്. എനിക്ക് തോന്നുന്നത് അവിടുന്ന് ശ്രീ പുടിൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം നരേന്ദ്രമോദിയിൽ നിന്നായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ജയശങ്കറിൽ നിന്നായിരിക്കുമെന്ന്. പുള്ളിക്കാരൻ സമയം കളഞ്ഞില്ല. പുള്ളിക്കാരൻ 9-ാം തീയതി ഇന്ത്യയിൽ ലാൻഡ് ചെയ്തതിൻ്റെ അന്ന് തൊട്ട് പാകിസ്ഥാൻ താലിബാനെ ആക്രമിച്ചു തുടങ്ങിയെന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇതേ വാക്കുകൾ തന്നെയാണ് നരേന്ദ്രമോദിജിയുടെ വായിൽ നിന്ന്, അതേ വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്നത് നമ്മൾ കേട്ടു. രക്തവും ജലവും കൂടെ ഒരുമിച്ചൊഴുകത്തില്ല. അതായത് മോദി പറഞ്ഞത് തന്നെ ഇദ്ദേഹം ആവർത്തിച്ചു. അതെ, പഠിക്കാൻ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോദിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അല്ല, ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത് നരേന്ദ്രമോദിയിൽ നിന്ന്, പ്രത്യേകിച്ചും പാകിസ്ഥാൻ ലെസൺസ് ഒരുപാട് പഠിക്കാനുള്ളത് അതെ ഇന്ത്യയിൽ നിന്നായിരിക്കും. ലോകത്ത് വേറെ ആരെക്കാളും കൂടുതൽ പാകിസ്ഥാൻ ലെസൺസ് പഠിക്കേണ്ടത് നരേന്ദ്രമോദിയിൽ നിന്നാണ്. ഒരു അധികാരം ഏറ്റുടനെ ഒരു സർപ്രൈസ് വിസിറ്റൊക്കെ നടത്തി പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ നമ്മുടെ അനുനയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയ ഒരു നേതാവും കൂടെയാണ് ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയത് തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നതല്ല, അടുക്കുന്നത് പോലും, സംസാരിക്കുന്നത് പോലും, അംഗീകരിക്കുന്നത് പോലും പാകിസ്ഥാനിലെ വെപ്രാളം ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നത് ഇവിടുന്ന് പോയ ഉടനെ തന്നെ അതിനെ പാകിസ്ഥാനിലെ ടെക്നിക്കൽ മിഷനെ ഹൈക്കമ്മീഷനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്പൂർണ്ണ എംബസിയായിട്ട് ഇന്ത്യ അംഗീകരിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ. മറ്റ് മാധ്യമങ്ങളിലൊന്നും വന്നില്ലെങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ഇദ്ദേഹം ഒരു മിനിസ്റ്റർ ഇവിടെ വന്ന് ഇത്രയും ദിവസം വിസിറ്റ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടാവും. ശ്രീ ജയശങ്കർ പോയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയെങ്കിലും ഉടനെ പോയിട്ടുണ്ടാവും, അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ടാവും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രോട്ടോക്കോൾ അതാണ്. അതെ, പുതിയ എംബസി ഉദ്ഘാടനം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് പോകേണ്ടി വരും. അതുമല്ല, ശ്രീ ജയശങ്കർ ഉപയോഗിച്ച വാക്ക് നമ്മുടെ അയൽക്കാർ എന്നാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലവിൽ ബോർഡറൊന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും അയൽക്കാർ എന്ന് പറഞ്ഞതിന് ഒരുപാട് അർത്ഥം നമ്മൾ മുൻകൂട്ടി കാണണം. ഈ കുനാൽ നദി എന്ന് പറയുന്ന, എന്ന് അഫ്ഗാനിസ്ഥാൻ വിളിക്കുന്ന നദിയെ പാകിസ്ഥാൻകാർ വിളിക്കുന്നത് ചിത്രാൽ നദി എന്നാണ്. ഇത് പാകിസ്ഥാനിൽ എത്തുമ്പോൾ ചിത്രാൽ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇന്ത്യയും ചൈനയും തമ്മിൽ പല പ്രദേശങ്ങൾക്ക് 2 പേരുള്ളതുപോലെ ഇവർ 2 പേരിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഖൈബർ പക്തൂൺഖ വഴി ഒഴുകി കാബൂൾ നദിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ആ നദിയുടെ ഇപ്പോഴുള്ള ഒഴുക്ക്. അപ്പോൾ ഇതിനെ പാകിസ്ഥാനിലോട്ട് പോകുന്ന ഭാഗത്ത് അണക്കെട്ട് നിർമ്മിച്ച്
ആ ജലം കൂടുതൽ അഫ്ഗാനിസ്ഥാനിൽ വരട്ടെ എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ പരമോന്നത നേതാവിൻ്റെ ഉത്തരവ്. അതിനുവേണ്ടി അണക്കെട്ട് എത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണമെന്നും അതിന് മറ്റ് രാജ്യങ്ങളെയൊന്നും നോക്കി വെയിറ്റ് ചെയ്യേണ്ടതെന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഏറ്റവും പെട്ടെന്ന് കാര്യം. അതായത് ഒരു അല്പം പോലും സമയം പാകിസ്ഥാന് നൽകരുത് എന്നാണ് താലിബാൻ കാര്യം ഉദ്ദേശിക്കുന്നത്. കാര്യം പാകിസ്ഥാനെ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യ ചെയ്തതുപോലെ ജലം കൊണ്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജല ഉപരോധം തന്നെയാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവർ സഹായ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും. അത് ടെക്നിക്കലായിട്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാവാം. കാര്യം അഫ്ഗാനെ പോലൊരു രാജ്യം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നൊരു സമയമാണ്. റിസോഴ്സസ് വളരെ കുറവായുള്ള സ്ഥലമാണ്. മാൻ പവർ, ടെക്നോളജി, മണി എല്ലാം അവിടെ ഒരു പ്രശ്നമാണ്. ഒരു സമയത്ത് ലോകത്തെ തന്നെ കറുപ്പ് കഞ്ചാവും കൃഷി ചെയ്തുകൊണ്ട് ഉൽപാദനം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി മറ്റ് വ്യവസായങ്ങളൊക്കെ അവിടെ നശിച്ച ഒരവസ്ഥയാണ്. അപ്പം അഫ്ഗാന് ഒരു ടോട്ടൽ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു 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 പരിശ്രമത്തിൻ്റെ ആദ്യത്തെ കാൽവയ്പായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിൽ ഈ വന്നുടനെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ആഹ്വാനം വന്നുടനെ തന്നെ ബലൂച്ച് വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പറഞ്ഞത് ഇത് പാകിസ്ഥാൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായി എന്ന് മരണമണി മുഴങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ അഫ്ഗാനും ബലൂച്ചും തമ്മിൽ ഒരു അന്തർധാര നമുക്കിവിടെ ദൃശ്യമാകും. അത് സിന്ധ് വഴിയും കൂടെ ചേരുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ബോർഡർ ഉണ്ടാകണമെങ്കിൽ, ബോർഡർ വഴിയുള്ള ചരക്ക് നീക്കവും മറ്റു കാര്യങ്ങളും സുഗമമാവണമെങ്കിൽ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായാലേ പറ്റുള്ളൂ. ബലൂചിസ്ഥാനും സിന്ധുവും ഒക്കെ സ്വതന്ത്ര രാഷ്ട്രങ്ങളാവുകയാണെങ്കിൽ ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കുള്ള വഴി തുറന്നു കിട്ടും. അപ്പോൾ അത് നമുക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യമാണ്. കാര്യം സാംസ്കാരികമായോ അല്ലെങ്കിൽ മതപരം എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ വേറെ ഒരു രീതിയിലും ഗോത്രപരമായോ സാംസ്കാരികപരമായോ ഭാഷാപരമായോ ഈ പാകിസ്ഥാനിലെ രാജ്യങ്ങൾ തമ്മിൽ, പാകിസ്ഥാനിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ യാതൊരു സമാനതകളുമില്ല. ഒരു കോർത്തിണക്കാൻ വേണ്ടിയിട്ട് പൊതുവായിട്ടൊന്നുമില്ല. ഇന്ത്യ വിരോധം മാത്രം വെച്ചിട്ട്, മതവും ഇന്ത്യ വിരോധവും മാത്രം വെച്ചിട്ടാണ് ആ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത്. അത് തകരാനുള്ള സമയമായി എന്നാണ് ബലൂച്ചുകൾ പറയുന്നത്. ഇത് ഇപ്പോൾ തെഹ്രീക്ക് പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത്, അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ തെഹ്രീക്ക് പാകിസ്ഥാൻ ഏറ്റവും ശക്തിയുള്ള സ്ഥലമായ പഷ്തൂൺഖായിൽ തന്നെയാണ് അവർ വെള്ളം തടയുന്നത്. അത് അവരെ കൂടുതൽ സർക്കാരിനെതിരായിട്ട്, പാകിസ്ഥാൻ സർക്കാരിനെതിരായിട്ട് കൂടുതൽ ഉശിരോടെ യുദ്ധം ചെയ്യാനുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് ഏകദേശം 480 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണിത്. ചെറിയ നദിയല്ല, ഒരു വലിയ നദി തന്നെയാണ്. ഇത് ഈ അഫ്ഗാൻ ഈ പറഞ്ഞതുപോലെ വെറും ഒരു ഡാം ആണോ ഉദ്ദേശിക്കുന്നത്, അതോ വല്ല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട്? കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ വൈദ്യുതിക്കും ഒക്കെ വലിയ പ്രതിസന്ധിയുള്ള ഒരു സ്ഥലമാണ് അഫ്ഗാൻ. അവിടെ കൃഷിയാണ് അവരുടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതായത് ഈ അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് കൃത്യമായിട്ട് കൃഷി നടത്തുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അല്ല, അവരെ കൃഷിയല്ല, അവരെ പാകിസ്ഥാനെ ഉപരോധിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്, ജലോപരോധം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കിപ്പോൾ പെട്ടെന്ന് കൃഷിക്ക് അത്യാവശ്യമായിട്ടല്ല ചെയ്യുന്നത്. പാകിസ്ഥാനെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുക. പ്രത്യേകിച്ച് ഈ ഖൈബർ പഖ്തൂൺഖ്വ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ ഇത് അതിനൊരു കാരണമാകട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ് അവർ ചെയ്തത്. അവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം തീരണം. അപ്പോൾ അങ്ങനെ ഒരു അവരെ സമാധാനത്തിലോട്ട് കൊണ്ടുവരാനും അവരുടെ മേലിൽ സ്വാധീനം ചെലുത്താനും വേണ്ടിയിട്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. എന്നാൽ അതേസമയം ഇപ്പുറത്ത് പാകിസ്ഥാനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കാര്യം ഒരു എയർഫോഴ്സ് ഇല്ലാത്ത രാജ്യമാണ്. എന്നിട്ട് പോലും പാകിസ്ഥാൻ ഇതുവരെയും അഫ്ഗാനെ നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം മലനിരകളിലെ ഗോത്രവർഗ യുദ്ധത്തിലും ഗറില്ല യുദ്ധത്തിലും താലിബാനികൾ
ലോകത്തെ തന്നെ ഏറ്റവും ഉന്നത ശീർഷരാണ്. അതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ ചെവിയിലെ ഒരു കട്ടുറുമ്പായിട്ട് എന്ന് ഇരിക്കും. എപ്പോഴും അവർക്ക് തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരർത്ഥത്തിൽ നമുക്കത് നല്ലതുമാണ്. അതെ.